ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു 1K ലൈക്ക് ടാർജറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് കടന്നാലോ. ഞാൻ നെക്സ്റ്റ് വീക്ക് പ്രമോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പം കണ്ടിട്ടില്ലാത്തവരൊന്ന് കയറി കണ്ടു നോക്കിക്കോളൂ. അടിപൊളി വിശേഷമാണ് കേട്ടോ. അപ്പൊ ഇനിയിപ്പോ ഞാൻ പറഞ്ഞ് ബോറാക്കുന്നില്ല, നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ നമ്മുടെ സച്ചി വയറ് നിറയെ ആഹാരമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സച്ചിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം, രേവതിക്ക് അതിലും വലിയ സന്തോഷം. സച്ചിക്ക് വിശപ്പ് സഹിച്ച് ഇരുന്നിട്ട് ഭക്ഷണം കിട്ടിക്കഴിയുമ്പോൾ, നല്ല ടേസ്റ്റുള്ള ഭക്ഷണം കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷമാണെങ്കിൽ നമ്മുടെ രേവതിക്ക് സച്ചിക്ക് വയറ് നിറച്ച ആഹാരങ്ങൾ, ഇഷ്ടമുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു. സച്ചി തന്നെ കാണാൻ വന്നു. അപ്പൊ അതിന്റെ സന്തോഷം ദേ അപ്പോഴാണ് നമ്മുടെ ലക്ഷ്മി ആണെങ്കിൽ എങ്ങനെയെങ്കിലും സച്ചി അവിടെ നിന്ന് പോയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അതും ഇതുമൊക്കെ പറയുകയാണ്. അപ്പൊ പെട്ടെന്ന് കഴിക്കുക, പെട്ടെന്ന് പോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് ദേഷ്യം വന്നു. അപ്പൊ ആ ഒരു ഭാഗമൊക്കെ കാണിച്ചായിരുന്നു എപ്പിസോഡ് അവസാനിച്ചത്. അങ്ങനെ നമ്മുടെ സച്ചി കൈയൊക്കെ കഴുകി പതിയെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, ഹോ നല്ല ക്ഷീണമുണ്ട് രേവതി, ഒന്ന് നീണ്ടു നിവർന്ന് കിടന്നാൽ കൊള്ളായിരുന്നു പറഞ്ഞപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, അതിനിപ്പോൾ എന്താ, ബാ ഞാൻ കിടത്താം, ദേ കട്ടിലേ പോയി കിടന്നോ. ഞാൻ കിടത്താന്നല്ല, ദേ കട്ടിലേ പോയി കിടന്നോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കട്ടിലേലോ? അപ്പൊ പെട്ടെന്ന് ലക്ഷ്മി ഇങ്ങനെ അന്താളിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ പറഞ്ഞു, അല്ല മോന് ഓട്ടം പോണ്ടേ, മോനെ സമയം പോകില്ലോ, മോന് ഒരുപാട് കടമൊക്കെ ഉള്ളതല്ലേ, ഓട്ടം പോയാലല്ലേ അതൊക്കെ തീർക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പം അമ്മ പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷെ എനിക്കിപ്പോൾ ഓട്ടമൊന്നുമില്ല, ദേ വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ട് ദേ ഇവിടെ വന്നിരിക്കുക ഭക്ഷണം, ഇനിയിപ്പം അതൊക്കെ ആയതുകൊണ്ടൊന്ന് കിടന്നുറങ്ങിയിട്ടേ ഇനിയിപ്പോൾ പോകുന്നുള്ളൂ. രേവതി ഒരു കാര്യം ചെയ്യ, നീ പായിങ്ങെടുക്ക്, ഞാൻ കട്ടിലേ കിടക്കുന്നില്ല, പായ് വിരിച്ചിട്ട് അതിൽ നീണ്ടു നിവർന്ന് കിടക്കണം, അതാ സുഖം എന്ന് പറഞ്ഞു. ഏതായാലും കട്ടിലേ കിടക്കാതെ പായൊക്കെ ഇട്ട് കൊടുത്തു നമ്മുടെ രേവതി. ലക്ഷ്മിക്കാണെ ചൊറിഞ്ഞു കീറുകയാണ്. ലക്ഷ്മി ഇതിനിടയ്ക്ക് രേവതിനെ അടുക്കളയെ കൂട്ടിക്കൊണ്ട് പോയി പറയുന്നുണ്ട്, എന്താ ഈ കാണിക്കുന്നത് രേവതി, അവനെ പറഞ്ഞു വിടാനൊക്കെ പറയുമ്പോൾ അമ്മയെ മാറിപ്പൊക്കോ എന്നൊക്കെ പറഞ്ഞ് കുറെ ഡയലോഗൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ ദിവസം പറയുന്നത് കൊണ്ടാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാത്തത് കേട്ടോ. അപ്പൊ അങ്ങനെ കുറെ സംസാരിക്കുന്നുണ്ട് രേവതി. ഏതായാലും രേവതിയുടെ ഭർത്താവിനെ അവിടുന്ന് തൽക്കാലം വിടാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ പായൊക്കെ വിരിച്ച് കൊടുത്ത് കിടത്തിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണെങ്കിലോ നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, എടി അവനെ കുറെ നേരം ഉറക്കരുത്, അവനെ എണീപ്പിച്ചിട്ട് വിട്, നീ അറിയാലോ ചന്ദ്ര അറിഞ്ഞാലുള്ള പ്രശ്നം അറിയാലോ എന്ന് പറഞ്ഞു. ഇതേ സമയത്താണ് നമ്മുടെ ചന്ദ്ര അവിടെ അറിയുന്നുണ്ട് കേട്ടോ. അപ്പം ചന്ദ്ര ഇതെല്ലാം അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ചന്ദ്ര അങ്ങോട്ട് ഉറഞ്ഞു തുള്ളുന്നുണ്ട് നമ്മുടെ രവീന്ദ്രന്റെ മുമ്പിൽ. അതെന്ത് പരിപാടിയാണ് കാണിക്കുന്നത്, ആണിമാസത്തിൽ രണ്ടുപേരും രണ്ടായിട്ട് കിടക്കേണ്ടതല്ലേ, കാരണം നമ്മുടെ രവീന്ദ്രൻ സച്ചിക്ക് വിശപ്പുണ്ടെന്ന് അറിഞ്ഞായിരുന്നല്ലോ, ഇവിടെ വന്നിട്ട് ഇവിടെ ഒന്നും ഇല്ലെന്ന് അറിയുകയും ചെയ്തു. സച്ചി നോക്കിയപ്പോഴത്തേക്കും ചന്ദ്ര കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സച്ചി അങ്ങോട്ടേക്ക് പോയത്. അപ്പൊ മകൻ വല്ലതും കഴിച്ചോന്ന് അറിയണമല്ലോ, രവീന്ദ്രൻ അടുത്താണോ എന്ന് അറിയത്തില്ലല്ലോ എന്ന് ഓർത്താട്ടോ നമ്മുടെ രവീന്ദ്രൻ ഫോൺ വിളിക്കുന്നത്. രവീന്ദ്രൻ ഫോൺ വിളിക്കുമ്പോഴാണ് സച്ചി അവിടെയാണെന്ന് അറിയുന്നതും ഇത് ചന്ദ്ര കേൾക്കുന്നതും ചന്ദ്ര അങ്ങോട്ട് ഉറഞ്ഞു തുള്ളുന്നതും. ചന്ദ്രയുടെ ഈ ഉറഞ്ഞു തുള്ളൽ കണ്ടപ്പോൾ എവിടെ നിന്ന് രവീന്ദ്രൻ മൈൻഡ് ആക്കിയൊന്നുമില്ല. രവീന്ദ്രന് ഒരു മൈൻഡും ഇല്ല. രവീന്ദ്രൻ പറഞ്ഞു, നീ എന്തെങ്കിലും കാണിക്കാം, അവന് വിശപ്പ് വന്നപ്പോൾ അവന്റെ ഭാര്യയുടെ അടുത്ത് പോയി ആഹാരം കഴിക്കുന്നതിന് എന്താ പ്രശ്നം ഇരിക്കുന്നത്, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് ചെയ്തത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയാണെങ്കിൽ എൻ്റെ ഈശ്വര ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഇതിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ശ്രുതിക്കും മുമ്പ് പിള്ളേരുണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു പേടിയുണ്ട്. അപ്പം ഇതിനിടയിൽ നമ്മുടെ ശ്രുതി വന്നായിരുന്നു കേട്ടോ. അതുമല്ല, നമ്മുടെ ശ്രുതിയുടെ ജോലി പോയ കാര്യം ശ്രുതിയോട് പറയുന്നുമില്ല. പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതിക്ക് വിഷമം ഉണ്ടാകും, പിന്നെ നമ്മുടെ ശ്രുതിയോട് ദേഷ്യം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞാണ് പറയാത്തത്. ചന്ദ്ര അത് പറയിപ്പിച്ചില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. ഏതായാലും കുറെ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഉറങ്ങിയിട്ട് എണീക്കുന്നില്ല. വീണ്ടും ലക്ഷ്മി പോയി കുത്തിത്തിരിക്കുക രേവതിനെ, അവനെ എണീപ്പിച്ച് വിടെന്നും പറഞ്ഞുകൊണ്ട്. എന്നിട്ട് ഒരു ഫോൺ കോൾ വന്നപ്പോൾ നമ്മുടെ സച്ചി അവിടെ നിന്ന് എണീക്കുന്നുണ്ട് കേട്ടോ. അതിനു മുമ്പായിട്ട് കുറച്ച് റൊമാൻസ് സീനൊക്കെ ഉണ്ട്. അപ്പം അത് ഞാൻ പറയാട്ടോ. നമ്മുടെ സച്ചി കിടന്ന് ഇങ്ങനെ നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ ഈ ഉറങ്ങുന്ന കണ്ട രേവതി എന്ത് ചെയ്തു, പതിയെ നമ്മുടെ സച്ചിയുടെ അടുത്ത് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചിയുടെ അടുത്ത് പോയി പതിയെ സച്ചിയുടെ അടുത്ത് ഇങ്ങനെ മുഖത്ത് നോക്കി ആ പായിൽ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ നമ്മുടെ രേവതി ആ പായിൽ തന്നെ, സച്ചി കിടക്കുന്ന ആ പായിൽ തന്നെ കുറേ നേരം ഇങ്ങനെ നോക്കി കിടപ്പുണ്ട്. എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ്, എന്നോട് സ്നേഹം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് എനിക്കറിയാം, എന്നെ കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് ആ മുഖത്ത് നോക്കി കിടക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പെട്ടെന്ന് തിരിഞ്ഞിട്ട് നമ്മുടെ രേവതിനെ അങ്ങ് കെട്ടിപ്പിടിച്ചു കേട്ടോ.
രേവതിക്ക് അങ്ങ് എന്തോ പോലെ ആയിപ്പോയി. രേവതിക്ക് സത്യം പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സച്ചി കെട്ടിപ്പിടിക്കുന്നതും സ്നേഹിക്കുന്നതും ഒക്കെ വലിയ ഇഷ്ടമാണല്ലോ രേവതിക്ക്. പക്ഷേ നമ്മുടെ ദേവു ഇത് കണ്ടു. ദേവു ഇത് കണ്ടിട്ട് ദേവു ചെറിയ നാണത്തോടു കൂടി ഇങ്ങനെ ചിരിച്ചോണ്ട് അങ്ങ് അടുക്കളയിലേക്ക് പോയപ്പോഴത്തേക്കും ലക്ഷ്മി ചോദിച്ചു, എന്താടി നീ ചിണിക്കുന്നതെന്ന് ചോദിച്ചു. നിനക്ക് എന്താടി പറ്റി, നീ എന്താ കിണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഒന്നുമില്ലേ, എന്താ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ലക്ഷ്മി നോക്കിയപ്പോഴത്തേക്കും ദാ കിടക്കുന്ന രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച്. ലക്ഷ്മിക്ക് ദേഷ്യം വരാതിരിക്കുമോ? ഒന്നാമത് ആടിമാസത്തിൽ മക്കളുണ്ടാവരുത്, രണ്ടുപേരും അടുത്തിരിക്കരുതെന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് കൂടെ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ ലക്ഷ്മിയുടെ കൺട്രോൾ പോകില്ലേ. ലക്ഷ്മി ഓടി അടുക്കളയിൽ അങ്ങ് ചെന്നിട്ട് അയ്യോ ഈ പെണ്ണിത് എന്താ കാണിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നേരെ എന്തായിരുന്നു ഒരു പാത്രം എടുത്തു വെച്ചിട്ട് 5-6 കൊട്ട് കൂട്ടി ആ പാത്രത്തിനിട്ട് ഒരു റൊമാൻസ് ആയിട്ട് ഇങ്ങനെ തൊട്ടിങ്ങനെ അടുത്തിങ്ങനെ രണ്ടുപേരും കൂടെ വരികയായിരുന്നു കേട്ടോ. ഉറക്കത്തിലാണ് സച്ചി എങ്കിൽ പോലും രേവതി ഇങ്ങനെ ചേർത്ത് പിടിച്ചു നമ്മുടെ സച്ചിനെ. രേവതിയും കൈയൊക്കെ എടുത്തിട്ടപ്പോഴത്തേക്കുമാണ് പണ്ടാരം പിടിച്ച പണ്ടാരക്കാലത്ത് തള്ള കൊട്ട് കൊട്ടിയത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലക്ഷ്മിയുടെ തലക്കിട്ടൊരു കൊട്ട് കൊടുക്കാൻ തോന്നും. നല്ലൊരു റൊമാൻസ് സീൻ അവിടെ നശിപ്പിക്കുന്നത് ലക്ഷ്മി. നമുക്ക് ലക്ഷ്മിയോട് ദേഷ്യം തോന്നും കേട്ടോ. ഏതായാലും ഈ ഒരു കൊട്ട് കേൾക്കുമ്പോഴത്തേക്കും ആദ്യം ദേവു ഓടിച്ചത്. അമ്മ ഇത് എന്താന്ന് ചോദിക്കും. അമ്മ കുറേ നേരം ആയാലും ഇത് എന്താ അമ്മ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എന്താ കാണിക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ. അപ്പോഴത്തേക്കും രേവതി പെട്ടെന്ന് ചെവി ഇങ്ങനെ പൊത്തിപ്പിടിച്ച് എണീറ്റ് അവിടെ ഓടി വന്നിട്ട് അമ്മയൊന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു. എടി നീ എന്താടി ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ എന്താ എൻ്റെ ഭർത്താവിൻ്റെ അടുത്തല്ലേ പോയി കിടന്നത്, അതിന് ഇത്ര കാണിക്കാൻ എന്താ അമ്മ ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നിന്റെ ഭർത്താവ് നീ മിണ്ടാതിരിക്കുക രേവതി, ഞാൻ പറഞ്ഞു അവൻ്റെ അടുത്ത് നീ പോകണ്ട. എൻ്റെ പൊന്നു രേവതി എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്ത് സംഭവിക്കുന്നു അമ്മ ഈ പറയുന്നത്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് അമ്മ, ഈ കൊട്ട് നിർത്തിക്കോ, മിണ്ടാതിരുന്നോണം. എൻ്റെ ഭർത്താവ് അവിടെ കിടന്നുറങ്ങുക, അദ്ദേഹം ഒന്ന് കിടന്നുറങ്ങിക്കോട്ടെ, ഒരു സ്വസ്ഥതയും സമാധാനവും കൊടുക്കുകയില്ല. വണ്ടി ഓടിച്ച് ക്ഷീണിച്ച് വന്ന് ആഹാരം കഴിച്ചിട്ട് കിടക്കുന്ന മനുഷ്യനെ എങ്ങനെ ഇങ്ങനെ കൊട്ടി വിളിക്കാനൊക്കെ തോന്നുന്നു അമ്മേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ സച്ചിനെ വിളിച്ചതല്ല, നീ അവിടെ നിന്ന് വരാൻ വേണ്ടി നിന്നെ കൊട്ടി വിളിച്ചതാന്ന് പറഞ്ഞപ്പോഴത്തേക്കും മതി കൊട്ട് നിർത്ത് എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി ദേഷ്യം വന്നിട്ട് അങ്ങ് പോയിട്ട് നമ്മുടെ ശരത്തിനോട് പറഞ്ഞു, ശരത്തെ നീ ഒരു കാര്യം ചെയ്യടാ, പോയി ഒരു കവർ പാല് മേടിച്ചോണ്ടാൻ പറഞ്ഞപ്പോഴത്തേക്കും പാൽ എന്തിനാ ചേച്ചി, അത് അദ്ദേഹം എണീറ്റ് കഴിയുമ്പോൾ കൊടുക്കണ്ട, നീ പോയി പാല് മേടിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശരത്ത് പാല് മേടിക്കാൻ പോയി. ഇതേ സമയത്ത് പെട്ടെന്ന് നമ്മുടെ സച്ചിയുടെ ഫോൺ റിങ് ചെയ്യുന്നു. ഒരാൾ വിളിക്കുകയാണ്, ഒരാൾ ഓട്ടം വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ റിങ് ചെയ്യുന്നു. പതിയെ നമ്മുടെ സച്ചി പെട്ടെന്ന് ഇങ്ങനെ ചാടി കഴിഞ്ഞിട്ട് അയ്യോ 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 എന്ന് പറഞ്ഞ് കിടന്ന് കാർച്ച. പെട്ടെന്ന് രേവതി വന്നിട്ട് എന്താ പറ്റിയെന്ന് ചോദിച്ചു. അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് വീണ്ടും കിടന്ന് കാറുക. അതെ ഫോൺ ബെല്ലടിക്കുന്നതാ, നിങ്ങൾ ഉറങ്ങിപ്പോയായിരുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആണോ, ഞാനേ ഉറക്കത്തിൽ എന്തോ കണ്ട് ഞാൻ പേടിച്ചു പോയി. ഫോൺ ബെല്ലടിക്കുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞ് ഫോൺ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഓട്ടോ വരുന്നു. സാർ ഇപ്പോൾ വരാം സാർ എന്ന് പറഞ്ഞ് ഫോണും കട്ട് ചെയ്തപ്പോഴത്തേക്കും ലക്ഷ്മിക്ക് ആശ്വാസമായി പോകൂലോ എന്നോർത്ത് ലക്ഷ്മി. അങ്ങനെ ലക്ഷ്മി പോകൂലോ എന്ന് ഓർത്തിരുന്നപ്പോഴത്തേക്കുമാണ് നമ്മുടെ ശരത്ത് പാലും കൊണ്ട് വരുന്നത്. അപ്പം സച്ചി എണീറ്റ് വന്ന ഉടനെ രേവതി പറഞ്ഞു, അതെ ഞാനൊരു ഗ്ലാസ് ചായ ഇടട്ടെ, ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പം സച്ചി പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ മോന് ചായ കുടിച്ചുകൊണ്ടിരിക്കാൻ സമയമുണ്ടോ, മോൻ പെട്ടെന്ന് പൊക്കോ, ഓട്ടം വല്ലതും മിസ്സായി പോയാൽ എന്നാ എന്ത് ചെയ്യും, ഒരു ഓട്ടം പോകില്ല എന്ന് ലക്ഷ്മി. അപ്പം രേവതി പറഞ്ഞു ഓട്ടം ഒന്നും അങ്ങനെ മിസ്സായി പോകുമല്ല, അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട്, അല്ല അമ്മയ്ക്ക് ഇത് എന്താ പറ്റിയത്, വന്നപ്പോൾ മുതൽ അമ്മയ്ക്ക് ഒരു വെപ്രാളമൊക്കെ ആണല്ലോ, എന്താന്ന് ചോദിച്ചു. അമ്മയ്ക്ക് വെപ്രാളത്തിൻ്റെ ഒന്നും അല്ല, അമ്മയ്ക്ക് അത് അങ്ങനെയാ, അമ്മ ഓട്ടം പോകില്ലോ എന്ന് ഓർത്ത് അമ്മ പറഞ്ഞു തന്ന് ദേവും പറഞ്ഞു, ഇനിയിപ്പം തെറ്റിദ്ധരിക്കണ്ടല്ലോ എന്ന് ഓർത്താണ് നമ്മുടെ സച്ചിയോട് അങ്ങനെ പറഞ്ഞത്. ഏതായാലും രേവതി കിച്ചണിൽ ചായ ഇടാനൊക്കെ പോയി ചായയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ലക്ഷ്മി വന്ന് വീണ്ടും വഴക്കുണ്ടാക്കുക. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തള്ളക്ക് എന്തിൻ്റെ ഭ്രാന്താണെന്ന് അറിയത്തില്ല. എന്തിനാ ഇതിന് മാത്രം പേടിക്കേണ്ട കാര്യമുണ്ടോ? കുറേ പേരിനോട് കമന്റിലൂടെയും ചോദിച്ചു കേട്ടോ. ഏതായാലും രേവതി ചായയൊക്കെ ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സച്ചി പെട്ടെന്ന് വന്നു, മുഖമൊക്കെ കഴുകി പെട്ടെന്ന് വന്നിട്ട് രേവതിയോട് പറഞ്ഞു, എനിക്ക് ചായ വേണ്ട, ഏതായാലും ഇനി ചായ കുടിക്കാൻ നിന്നാൽ താമസിക്കും, അതുകൊണ്ട് ഞാൻ പോകുക എന്ന് പറഞ്ഞു. അതെ ഒരു കാര്യം ചെയ്യണം, മീൻകറി ചൂടാക്കി വെച്ചേക്കണം, ഞാൻ വൈകിട്ട് വരുന്നു പറഞ്ഞു. വൈകിട്ട് വന്നിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ ഞാനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ലക്ഷ്മി വൈകിട്ടോ, അയ്യോ അത് മോന് ബുദ്ധിമുട്ടാവില്ലേ, എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലമ്മയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങ് പോകാൻ തുടങ്ങുകയാണ്. അങ്ങനെ സച്ചി പോകാൻ തുടങ്ങിയതും രേവതി പുറകെ യാത്ര അയക്കാനൊക്കെ ആയിട്ട് ചെന്നു. അപ്പോഴാണ് ഗജാനന്ദന്റെ 2 ഗുണ്ടകൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ആ ഗുണ്ടകൾ സംസാരിക്കുന്ന നമ്മുടെ സച്ചി കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഏതായാലും സച്ചി അതും കൊണ്ട് പോകുന്നില്ല. സച്ചി രേവതിയുടെ കൂടെ തിരിച്ച് വീട്ടിലേക്ക് കയറി വരികയും ആ ഓട്ടം വേറൊരാൾക്ക് വിളിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആ ഒരു സീനും കാണിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ സച്ചി അന്ന് അവിടെ നിന്ന് പോകുന്നില്ല എന്ന് നമ്മുടെ ആരോട് പറയുകയാണ്, രേവതിയോടും ലക്ഷ്മിയോടും പറയുകയാണ്. അപ്പം പോകുന്നില്ല, ഓട്ടം വേറെ കൂട്ടുകാരന് വിളിച്ചു കൊടുത്തു, എനിക്ക് വല്ലാത്ത ക്ഷീണം, ഞാൻ ഇന്ന് ഇവിടെ കിടക്കുകയാണെന്ന് പറയുമ്പോൾ രേവതിയുടെ അമ്മയുടെ ചങ്ക് തകർന്നു പോവുകയാണ് കേട്ടോ.
കാരണം രേവതിയുടെ അമ്മയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. എങ്ങനെയെങ്കിലും ഒന്ന് പോകണം എന്നോർത്തിരുന്നതായിരുന്നു, പോയി എന്നോർത്തിരുന്നതായിരുന്നു. പക്ഷേ തിരിച്ചു കയറി വന്ന സച്ചി വേറെ ഒന്നിനും അല്ലാട്ടോ, നമ്മുടെ ഈ ഗജാനന്ദന്റെ ഗുണ്ടകളെ കണ്ടു. അപ്പൊ രാത്രി എന്തെങ്കിലും പ്രശ്നം അവിടെ നടക്കുന്ന അറിയാം. അപ്പൊ നമ്മുടെ സച്ചി അവിടെ നിന്നില്ലെങ്കിൽ വളരെയധികം പ്രശ്നമാകുമെന്ന് പറയും. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ട് നാളത്തെ വിശേഷം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി ഭാഗം ഞാൻ ഇന്നലെ പറഞ്ഞ നെക്സ്റ്റ് വീക്ക് പ്രമോയിൽ കിടപ്പുണ്ട് കേട്ടോ. ബാക്കി കുറച്ച് ഭാഗങ്ങളും കൂടെ കിടപ്പുണ്ട്. ഏതായാലും ഞാൻ ഒത്തിരി പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നിങ്ങൾ ആവർത്തിച്ച് പറയുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു പാത്രം കൊട്ടുന്ന കാര്യവും നമ്മുടെ രേവതി സച്ചിയുടെ അടുത്ത് പോയി കിടക്കുന്ന കാര്യമൊന്നും കഴിഞ്ഞ പ്രമോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം അങ്ങനെ ഒരു സീന് ഉണ്ടെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അപ്പം അത് പ്രമോ കിട്ടിയതിന് ശേഷമാണ് നമുക്ക് മനസ്സിലായത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി നിങ്ങളുടെ മുമ്പിൽ എത്തിയതും ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞതും. കാരണം ഇതിന് മുമ്പിട്ടിരിക്കുന്ന നെക്സ്റ്റ് വീക്ക് പ്രമോയിൽ അങ്ങനെ ഒരു സീൻ ഞാൻ കൊടുത്തിട്ടേ ഇല്ല കേട്ടോ. അപ്പം നമുക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സീൻ ഉണ്ടായിരുന്നു എന്ന്. അപ്പം അതുകൊണ്ടാണ്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ വീണ്ടും ആശംസിക്കുകയാണ്. ചെറിയൊരു പ്രമോയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഏതായാലും ഉച്ചയ്ക്കൊക്കെ എന്ന് വിടുമ്പോൾ വലിയൊരു പ്രമോയായിട്ടാണ്, ഒരു 10-18 മിനിറ്റ് പ്രമോ ഡയലോഗ് സഹിതമായിട്ടാണ് ഞാൻ വരുന്നത്. ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ ഇടാത്തത്, നമ്മൾ ജനറൽ പ്രമോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, വീക്കെൻഡ് പ്രമോ ഇട്ടിട്ടുണ്ട്. അതിൽ ഏകദേശം കാര്യങ്ങൾ ഫുള്ള് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒത്തിരി ഡയലോഗ്സ് ഒക്കെ ആയിട്ട് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടല്ലോ വെറുതെ എന്ന് ഓർത്താണ് കേട്ടോ ഞാൻ ഒത്തിരി ഡയലോഗ്സ് ഒക്കെ കൊണ്ടുവരാത്തത്. പിന്നെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ, നമ്മുടെ ടെലിവിഷൻ അവാർഡൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ നമ്മുടെ രേവതിക്കൊക്കെ അവാർഡ് കിട്ടിയതൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും. ഏതായാലും രേവതി എന്ന ക്യാരക്ടറിന് ഒരു പുതുമുഖത്തിൻ്റെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പം ന്യൂ ഫേസിൻ്റെ അവാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഏതായാലും വളരെ സന്തോഷമുണ്ട്, നമുക്കൊക്കെ വളരെ സന്തോഷമുണ്ട് എന്നെനിക്കറിയാം. അപ്പം നിങ്ങളെല്ലാവരെയും കാത്തിരിക്കുക. ഇനിയും അടിപൊളി വിശേഷവുമായിട്ട് കാണാം. പിന്നെ നമ്മുടെ ഗൗതമിൻ്റെയും നന്ദയുടെയും കഥയും ഞാൻ ഇട്ടിട്ടുണ്ട് നെക്സ്റ്റ് വീക്ക് പ്രമോ. അതുപോലെ തന്നെ ഗോമതിയുടെയും ബാലൻ്റെയും നെക്സ്റ്റ് വീക്ക് പ്രമോയും ഇട്ടിട്ടുണ്ട്. ഇനി മുതൽ അങ്ങോട്ട് നമ്മൾ എന്നും ഗോമതിയുടെയും ബാലൻ്റെയും ഫുൾ വിശേഷവുമായി രാവിലെ എന്നും എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി എന്നും കാണും. അതുപോലെ തന്നെ നമ്മുടെ പല്ലവിയുടെയും മാധവൻ്റെയും കഥ നമ്മൾ പുതിയ ചാനലിലാണ് ഇടുന്നത്. ചിന്നു സീരിയൽസ് എന്നാണ് ആ ചാനലിൻ്റെ പേര്. അപ്പം നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, കിട്ടുമായിരിക്കാം. ഇല്ലെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ. ആ ലിങ്കിൽ കയറി നോക്കിയാലും നിങ്ങൾക്കറിയാം. ആ ലിങ്ക് നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്, നമ്മുടെ പുതിയ ചാനലിലേക്കാണ് പോകുന്നത്. അപ്പോൾ സേതുവിൻ്റെയും പല്ലവിയുടെയും നമ്മൾ ഇനി അതിലായിരിക്കും കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു അടിപൊളി ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.